ആദം നബി അലൈഹിസ്സലാമിനോട് സ്വർഗത്തിൽ നിന്ന് പുറപ്പെടാൻ അല്ലാഹു തആല കൽപ്പിച്ചപ്പോൾ തൻ്റെ കണ്ണുനീർ തുടയ്ക്കുവാനായി ഹജറുൽ അസ്വദിനെ കൂടെയെടുത്തു. ഹദീസിൽ വന്നത് ഇപ്രകാരം: ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്നിറങ്ങിയപ്പോൾ ഹജറുൽ അസ്വദ് കാണുകയും വെളുത്ത മുത്തുപോലെ പ്രകാശം ചൊരിയുന്ന ആ കല്ലിനെ തനിക്ക് കൂട്ടിനായി എടുക്കുകയും ചെയ്തു. ഏകദേശം 40 അടി നീളവും 35 അടി വീതിയും 56 അടി ഉയരവുമുള്ള കഅബ ഷരീഫിന്റെ 4 മൂലകളിലൊന്നായ റുക്കുനിൽ അസ്വദിൽ വെള്ളിയാൽ ആവരണം ചെയ്യപ്പെട്ട രീതിയിൽ 7ഓളം കഷ്ണങ്ങളായാണ് ഹജറുൽ അസ്വദ് ഇന്ന് കാണപ്പെടുന്നത്. ഇത് ഇവിടെ എത്തിയത് എങ്ങനെയാണ്? ഇബ്നു മുനബ്ബഹ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരണം: ഭൂമിയിലെത്തിയ ശേഷം കഅബ നിർമ്മാണ വേളയിൽ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ല് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നിർദ്ദേശപ്രകാരം ആദം നബി അലൈഹിസ്സലാം കഅബയിൽ സ്ഥാപിച്ചു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്തുണ്ടായ പ്രളയത്തിൽ കഅബ ഷരീഫിന്റെ അടിത്തറ ബാക്കിയാക്കി മുഴുവനും അല്ലാഹു തആല ഉയർത്തുകയുണ്ടായി. കൂട്ടത്തിൽ ഹജറുൽ അസ്വദും ഉയർത്തപ്പെട്ടു. കഅബ പുനർനിർമ്മാണ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം